നമസ്കാരം. ഒരു ഗ്രാമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ചെളി നിറഞ്ഞ റോഡുകൾ, കൈപ്പമ്പുകൾ, ചെറിയ വീടുകൾ, വയലിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾ തുടങ്ങിയവ അല്ലേ? എന്നാൽ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഒരു ഗ്രാമമുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? എന്നാൽ സംഗതി സത്യമാണ്. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഗുജറാത്തിലാണ് ഈ ഗ്രാമം. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമമെന്ന് വിളിക്കപ്പെടുന്ന മദാപൂർ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. പോർബന്തറിൽ നിന്ന് 200 കിലോമീറ്റർ അകലെ കച്ച് ജില്ലയിലാണിത്. മദാപൂരിന്റെ സമൃദ്ധിക്ക് മുന്നിൽ വൻ നഗരങ്ങൾ പോലും എത്തുന്നില്ല എന്നതാണ് സത്യം. ഈ ഗ്രാമത്തിലുള്ളവരുടെ നിക്ഷേപം കേട്ടാൽ ഞെട്ടിപ്പോകും. ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് ബാങ്കുകളിലുള്ളത് 7000 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമാണ്. ജനസംഖ്യയാണെങ്കിലോ ഏകദേശം 32,000. 2011 ഇത് വെറും 17,000 മാത്രമായിരുന്നു. പട്ടേൽ വിഭാഗക്കാരാണ് ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം ജനങ്ങളും. ധനകാര്യ സ്ഥാപനങ്ങളുടെ എണ്ണത്തിലും ഒന്നാമതാണ് ഈ ഗ്രാമം. ഇവിടെ നിരവധി ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. SBI, PNB, ആക്സിസ് ബാങ്ക്, HDFC, ICICI, യൂണിയൻ ബാങ്ക് തുടങ്ങി ഈ ഗ്രാമത്തിൽ 17 ബാങ്കുകളുണ്ട്. രാജ്യത്ത് മറ്റൊരു ഗ്രാമത്തിലും ഇത്രയധികം ബാങ്കുകളില്ലെന്ന് എടുത്തു പറയണം. കൂടുതൽ ബാങ്കുകൾ ഇവിടെ ശാഖ തുറക്കാനും താല്പര്യം കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും സമ്പത്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രധാന കാരണം ഗ്രാമത്തിലെ 65% പേരും വിദേശത്താണ് എന്നുള്ളതാണ്. ഇവിടെ ഏകദേശം 20,000-ഓളം വീടുകളുണ്ട്. അതിൽ 1200 കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു. ഒരു കുടുംബത്തിലെ ഒരാളെങ്കിലും ബ്രിട്ടൻ, അമേരിക്ക, ആഫ്രിക്ക, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ജോലിയുള്ളവരാണ്. അവരിൽ നല്ലൊരു പങ്കും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വൻ വ്യവസായികളാണ്. ഇവരുടെ വരുമാനത്തിന്റെ വലിയൊരു ശതമാനം നാട്ടിലേക്ക് തന്നെ ഇവർ അയക്കുന്നുണ്ട്. ചോറ് വിദേശത്താണെങ്കിലും ഇവിടത്തുകാർക്ക് കൂറ് സ്വന്തം നാടിനോട് തന്നെയാണെന്ന് പറയാം. അതിനാൽ തന്നെ തങ്ങളുടെ സ്വന്തം നാട്ടിലെ ബാങ്കിലേക്കാണ് ഇവർ പ്രധാനമായും പണം നിക്ഷേപിക്കുന്നത്. അതായത് ഇവരുടെ പണം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ടെന്ന്. കൂടാതെ വിദേശത്തു നിന്നുള്ള പണമൊഴുക്കിനൊപ്പം തദ്ദേശീയരും കൃഷിയിലൂടെ മറ്റും പണം സമ്പാദിക്കുന്നുണ്ട്. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചിലവുകൾ മാത്രം എടുത്ത ശേഷമാണ് ബാക്കിയുള്ളത് ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. ചോളം, മാങ്ങ, കരിമ്പ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കൃഷി ഇനങ്ങൾ. ഒപ്പം വ്യവസായങ്ങളും നാട്ടിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഇതോടെയാണ് ഗ്രാമം സമ്പന്നമായി തീർന്നത്. ഗ്രാമമെന്ന് വിളിക്കാമെങ്കിലും സ്കൂളുകളും കോളേജുകളും വ്യവസായങ്ങളും ആശുപത്രികളും എന്തിനേറെ പറയുന്നു അണക്കെട്ടുകൾ വരെ ഇവിടെയുണ്ട്. 1968 മദാപൂർ വില്ലേജ് അസോസിയേഷൻ ലണ്ടനിൽ ആരംഭിച്ച ചരിത്രം കൂടിയുണ്ടെന്ന് പറയണം. ഗ്രാമത്തിലേക്ക് എത്തുന്ന വലിയ നിക്ഷേപമാണ് ഈ ഗ്രാമത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നത്. ഈ ഗ്രാമത്തിലുള്ളവർ വിദേശത്ത് പോയെങ്കിലും സ്വദേശത്തോട് സ്നേഹമുള്ളവരാണ്. ലോകത്തെവിടെയാണെങ്കിലും സ്വന്തം നാടും നാടിനെക്കുറിച്ചുള്ള ചിന്തയുമൊക്കെ ഉള്ളത് നല്ലതാണ്. മദാപൂർ നമുക്കെല്ലാം വലിയൊരു മാതൃക തന്നെയാണ്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും വികസിതവും സമ്പന്നവുമായി മാറട്ടെ. കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തുണ്ടാകട്ടെ. നമ്മുടെ രാജ്യത്തിന് ഇനിയും വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കട്ടെ. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലാണെന്നും ഗുജറാത്തിലെ മദാപൂർ ആണെന്നും പറയാൻ മറക്കണ്ട. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.